ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ആരംഭിക്കാൻ കേവലം 90 ദിവസം മാത്രം അവശേഷിക്കെ കഴിഞ്ഞ കുറെ മാസങ്ങളായി അരങ്ങേറി വന്ന യുദ്ധസന്നാഹങ്ങളിൽ ആര് മുമ്പിലെന്ന് പരിശോധിക്കുന്നത് കൗതുകകരമായിരിക്കും. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മാറ്റം വെറും 6 മാസം മുമ്പ് വരെ പപ്പുമോൻ മാത്രമായിരുന്ന ഒരു പയ്യൻ ഇന്ന് രാഹുൽ ഗാന്ധി എന്ന വലിയ പ്രതിയോഗിയായി സാക്ഷാൽ നരേന്ദ്രമോദിക്ക് മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി എന്ന വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത വെറുക്കപ്പെട്ട ഗുജറാത്ത് മുഖ്യമന്ത്രിയെ സർവാദരണീയനാക്കിയ പ്രചാരണ തന്ത്രത്തിന് സമാനമല്ല ഈ മാറ്റം. ഇവിടെ രാഹുൽ ഗാന്ധിക്കുണ്ടായ മുന്നേറ്റത്തിൽ കോൺഗ്രസിനോ രാഹുലിനോ ഉള്ള പങ്കിനേക്കാൾ പ്രധാനമായുള്ളത് BJPയുടെ കണക്കുകൂട്ടലിലുണ്ടായ വലിയൊരു അബദ്ധമാണ്. വരും തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പരമാവധി കടന്നു വരരുതെന്ന് അവർ ആഗ്രഹിച്ചു. വ്യക്തി എന്ന നിലയിൽ മോദിയേക്കാൾ അശക്തമായ ഒരാളെ നേർവിപരീതം പ്രതിഷ്ഠിച്ച് അയാളുമായി താരതമ്യം ചെയ്ത മോദി അയാളെക്കാൾ എത്രയോ കേമനാണെന്ന് സ്ഥാപിച്ചാൽ ഇന്ത്യൻ ജനതയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാമെന്നാണ് BJPയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടിയതത്രേ. അതിനായി അവർ തന്നെയാണ് മോദിക്ക് ബദൽ രാഹുൽ എന്ന സമവാക്യം മുന്നോട്ട് വെച്ചത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ സംവാദത്തിലൂടെ ജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തോടുള്ള താല്പര്യമില്ലായ്മയും BJPയെ നയിച്ച ഘടകമാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമായി രാജ്യത്തെ ജനവിധിയെ ചുരുക്കിയെടുക്കുന്നത് അമേരിക്കൻ മോഡൽ പ്രസിഡൻഷ്യൽ രീതിയാണ്. ആ ജനാധിപത്യമാണ് ഇന്ത്യക്ക് വേണ്ടതെന്ന് കഴിഞ്ഞ കുറെ നാളായി BJP പറയുന്നുണ്ട്. ആശയപരമായും അവരാഗ്രഹിക്കുന്നത് ഇത്തരം വ്യക്തിപരമായ പോരാട്ടമാണ്. രാഷ്ട്രീയ ചർച്ച BJPയുടെ പ്രത്യയശാസ്ത്രങ്ങളുള്ള ചർച്ചയായി മാറുമെന്നും ഇന്ത്യ പോലൊരു ബഹുസ്വര രാജ്യത്തിൽ അത് മതേതരത്വത്തിന് മുൻതൂക്കം നൽകുമെന്നും അവർ ഭയക്കുന്നു. അങ്ങനെ തങ്ങളുടെ പാർശ്വവർത്തികളായി അച്ചടി ദൃശ്യമാധ്യമങ്ങളെ മുൻനിർത്തിയാണ് മോദി രാഹുൽ ബലാത്ബലമാണ് അടുത്ത ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് എന്ന ധാരണ BJP സൃഷ്ടിച്ചെടുത്തത്. അതിൽ രാഹുൽ കൊത്തുകയും ചെയ്തു. പിന്നീടാണ് എല്ലാ പേരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചൂണ്ടയിലെ ഇരയും കടിച്ച് ചൂണ്ടക്കാരനെയും വലിച്ച് ആറിന്റെ ആഴത്തിലേക്ക് പോകുന്ന അത്ഭുത മത്സ്യം പോലെ വെറും പപ്പുമോനായിരുന്ന രാഹുൽ വളർന്നത്. മഹാരാഷ്ട്രയിലെയും രാജസ്ഥാനിലെയും കർഷക സമരങ്ങളെ പിന്തുണച്ചതുകൊണ്ടാണ് രാഹുൽ തന്റെ പുതിയ മുഖം വെളിവാക്കിയത്. അതിന്റെ മുകളിൽ വട്ടമിട്ട് കർഷകരുടെ പ്രശ്നങ്ങളെ രാഹുൽ തന്റെ പ്രസംഗങ്ങളിൽ നിറച്ചു. കാർഷിക കടം എഴുതിത്തള്ളണമെന്നും കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും വിളിച്ചു പറയാൻ തുടങ്ങി. അതിന്റെ പ്രതിഫലനമായി രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള വടക്കേ ഇന്ത്യൻ മേഖലകളിൽ ചരിത്രപരമായ വലിയ വിജയം നേടാനായത് കോൺഗ്രസിന് പുതുജീവൻ നൽകി. സ്വാഭാവികമായി അത് മോദിക്ക് മേൽ രാഹുലിന്റെ വിജയമായി അവതരിപ്പിക്കാനേ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. രണ്ട് കാര്യമാണ് ഇവിടെ പ്രവർത്തിച്ചത്. വടക്കേ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പരാജയം അവരുടെ സർക്കാർ ഇത്രനാൾ തുടർന്ന കർഷക തൊഴിലാളി ദ്രോഹങ്ങളോടും നോട്ടു നിരോധനം, GST തുടങ്ങിയ ഭീമൻ അബദ്ധങ്ങളോടുമുള്ള ജനങ്ങളുടെ പ്രതികരണമായിരുന്നു. ഇത് ജനം ചർച്ച ചെയ്യാൻ പാടില്ല. മോദി രാഹുൽ മത്സരത്തിലെ ഒന്നാം ഘട്ട ഫലം എന്നാക്കിയാൽ ഭാവിയിൽ പപ്പുമോനെ പരിഹസിച്ച് തങ്ങളുടെ യജമാനനായ മോദിയെ രക്ഷിച്ചെടുക്കാമെന്ന് പ്രചാരകർ കരുതി. അങ്ങനെ രാഹുൽ ഇന്ത്യൻ മാധ്യമ മുഖങ്ങളിൽ രാജകുമാരനായി. നടുവിരലിൽ മഷി തേച്ച് രാജ്യത്തിന്റെ ഭാഗധേയം ഭരിച്ച ജനരോക്ഷം കുഴിച്ചു മൂടപ്പെടുകയും ചെയ്തു. അതേസമയം തങ്ങൾ തന്നെ സൃഷ്ടിച്ച രാഹുൽ എന്ന പുകമറയെ തിരിച്ചു കുപ്പിയിലാക്കാൻ പിന്നെ മോദിപക്ഷ മാധ്യമങ്ങൾക്ക് പോലും ആയില്ല. സർവശക്തമായ അധികാരബലവും മാധ്യമ ഇടപെടലുകളും കൊണ്ട് തൂത്തുമായ്ച്ചു കളയാൻ നരേന്ദ്രമോദി ശ്രമിച്ച റഫാൽ ആയുധ വിമാന ഇടപാടിലെ ഞെട്ടിക്കുന്ന അഴിമതി വെളിച്ചത്ത് കൊണ്ടുവന്നതും മോദിപക്ഷം പഠിച്ച പണി 18 നോക്കിയിട്ടും അതിലുള്ള പിടി വിട്ടുകൊടുക്കാതിരുന്നതും രാഹുലിന്റെ പ്രഭാവം വലിയ തോതിൽ കൂട്ടുകയാണുണ്ടായത്. ഒടുവിൽ പെണ്ണുകേസാക്കി ആ സംഭവത്തെ തകർക്കാനുള്ള തരം താണ പണി വരെ മോദി കളിച്ചെങ്കിലും അവിടെ തനി പൂഴിക്കടകനിലാണ് രാഹുൽ പടക്കളത്തിൽ കരണം മറിഞ്ഞ് രണ്ടു കാലിൽ വന്നു നിന്നത്. സ്ത്രീകളെ അപമാനിക്കുന്ന രീതി തന്റെ വീട്ടിൽ ആരും പഠിപ്പിച്ചിട്ടില്ല എന്ന ഒറ്റ മറുപടിയിൽ മോദിയുടെ പൊടി പോലും കിട്ടാത്ത സ്ഥിതിയുണ്ടായി. കെട്ടിയ പെണ്ണിനെ മോദി കളഞ്ഞിട്ട് പോയ കഥ തന്നെ കൊണ്ട് പറയിക്കണോ എന്നാണ് രാഹുൽ വ്യംഗ്യമായി ചോദിച്ചത്. അതോടെ മോദി മൗനിയായി. രാഹുൽ ആകട്ടെ വർദ്ധിത വീര്യത്തോടെ മോദിയെ വെല്ലുവിളിച്ച പടക്കളത്തിൽ നിൽക്കുകയും ചെയ്തിരുന്നു. റാഫാൽ അഴിമതി വിടില്ല എന്ന സൂചനയോടൊപ്പം പുതിയ അഴിമതി ആരോപണങ്ങളുമായി മോദിയെ പ്രതിരോധത്തിലാക്കാനാണ് രാഹുലിന്റെ പുറപ്പാട്. അതായത് വാദി ഇപ്പോൾ പ്രതിയാകുന്നു. മോദിയെ എതിർക്കാനാര്, ഈ പപ്പുമോനോ എന്ന് ചോദിച്ച് രാഹുലിനെ മുൻനിർത്തി പ്രതിപക്ഷത്തെ മുഴുവനും വെട്ടിവീഴ്ത്താനുള്ള BJP കേന്ദ്രങ്ങളുടെ പരിശ്രമമാണ് ഇപ്പോൾ തലതിരിഞ്ഞ് അവർക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായി എഴുന്നേറ്റ് നിൽക്കുന്നത്. രാഹുലിനെ പ്രതിരോധിക്കാനുള്ള വഴി തേടുകയാണ് ഇപ്പോൾ മോദി.
അതായത് വെറും 90 ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കെ ഇന്ത്യൻ മാധ്യമങ്ങൾ സ്പോൺസർ ചെയ്ത നേർക്കുനേർ യുദ്ധത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് മുമ്പിൽ. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.